സർപ്രൈസ് ആയിരുന്നല്ലേ? കേറി വാടി ഇങ്ങോട്ട്. എവിടെ നമ്മുടെ കുഴപ്പക്കാരികൾ എവിടെ? റിങ്കി റിങ്കി ആര് വന്ന് നോക്ക്. മൂടി പോയി പേടിപ്പിക്കില്ലായിരുന്നോ? എന്ത് പറ്റി? ഒന്നുമില്ല രവീന്ദ്ര, നീങ്ങി വാ. നീ ഇപ്പൊ വന്നേ ഉള്ളെന്നാ. നീ ഇന്നലെ വരുന്നല്ലേ പറഞ്ഞേ? നിറയെ ജോലി ഉണ്ടായിരുന്നു വീട്ടില്. അവിടെ അമ്മക്ക് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ കാര്യം അറിയണമെങ്കിലേ വീട്ടിലോട്ട് വരണം. സമയമില്ലടി. മുമ്പൊക്കെ മാസം വരുമായിരുന്നല്ലോ, ഇപ്പൊ വർഷത്തിലൊന്നായി. വർഷത്തിലൊന്നാ? 4-5 മാസം മുമ്പല്ലേ ഞാൻ വന്നത്. അത് കഴിഞ്ഞ വർഷം, ഇത് ഈ വർഷം. അടുത്ത ആഴ്ച ഞാൻ കൊണ്ടുവരാം. എനിക്ക് വേണ്ടി ആരും വരണ്ട. തീരെ വല്യമ്മ ചമയല്ലേ? നീ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ലേ? അതൊക്കെ എപ്പോഴേ പോയണ്ണ. ഇനി വേറെ ഒന്ന് നോക്കണം. കിളവി എന്ത് നോക്കി നിക്കണ? വീട്ടിൽ വന്നവർക്ക് ദാഹിച്ച വെള്ളം കൊടുക്കല്ലേ. ആരോടി നിന്റെ കിളവി? ഞാൻ കിളവി. മക്കള് രണ്ടുപേരും കല്യാണ പ്രായമായല്ലോ. കൊമരിയാണെന്നാണ് വിചാരം. ചട്ടിയിലൊക്കെ ഒരു മുഴുവനുണ്ട് തലയിൽ. ഇത് എന്റെ മുടി നരച്ചിട്ടൊന്നുമില്ല. മുടി നരച്ചില്ല, തടി നല്ലോണം കൂടിയിട്ടുണ്ട്. റോഡ് റോളറിനെ പകരം ഉപയോഗിക്കാം, നല്ല വാടക കിട്ടും. വായിക്കിടക്കുന്ന നാക്ക് കറക്റ്റ് അല്ലെങ്കിലേ കൈയും കാലും ഒക്കെ ഓടി. അങ്ങനെ വാ. കുരങ്ങന്റെ കുട്ടികൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? അപ്പച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കാണ്. കുരങ്ങന്റെ കുട്ടികളോ? അമ്മയാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ പറയൂലേ, കുരങ്ങന്റെ കുട്ടികള്, കുട്ടിക്കുരങ്ങൻ, പട്ടിക്കുട്ടി, അത്രേ ഉള്ളൂ. പട്ടിക്കുട്ടി നിനക്ക് വെച്ചിട്ടുണ്ട്, നീ പോണ ശരിയാക്കി തരാം. രവീന്ദ്ര, കളി എന്നോട് വേണ്ട. പിന്നെ നീ വാങ്ങിക്കുവേ. അപ്പച്ചി, ഔപചാരികമായ വർത്താനങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. എനിക്ക് ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എനിക്കും കാണ്ഡമായ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ സ്ത്രീ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാം. അടുത്ത രംഗം അടുക്കളയിൽ. പെങ്കി, എന്തേ ഇടികൂടലൊക്കെ എങ്ങനെ പോണ്? നല്ലോണം ഇടി മേടിച്ച് കൂട്ടുന്നുണ്ടോ? കിട്ടണ ഇടിയുടെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ വീട്ടിൽ കേറും. ആൺകുട്ടികളായ അങ്ങനെ വേണം. കഴിക്ക് അൽപ്പച്ചി. പണ്ടത്തെ അതേ രുചി വായിൽ വെക്കാൻ കൊള്ളൂല. നല്ല കൈപ്പാവാം. കൈപ്പാവോ? പിന്നെ ഇതിനെ കൈപുണ്യം പറയാൻ പറ്റുമോ? എന്നാ നീ കഴിക്കണെങ്കിതാ. അന്നദാനം മഹാദാനം. ചേച്ചിക്ക് വീരസ്വർഗം കിട്ടും. വീരസ്വർഗം. ഈ കൊച്ചു എന്തൊക്കെ പറയണത്? ചിന്നു, ഓ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറ. നിനക്ക് പിടിക്കൂലെന്ന് എനിക്കറിയാം. മനസ്സിലായി, പറ. നീ അമ്മയുടെ കാര്യം നോക്കി ജീവിക്കണമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ആരും നൂറ്റാണ്ടുകൾ ജീവിക്കൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നല്ലോണം നോക്കി ഒരു കല്യാണം കഴിക്കണം. ഒരു കല്യാണം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. മനുഷ്യന് ജീവൻ തിരിച്ചു കിട്ടിയതേ ഭാഗ്യം. നിങ്ങൾ എന്റെ ശവം കണ്ടിട്ട് അടങ്ങുള്ള പന്നക്കളവി. നീ അങ്ങനെയൊന്നും പറയല്ലേ. പിങ്കി, റിങ്കി, നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടാടി? എന്തൊരു ശ്വാസതടസ്സം. ഇഷ്ടമുണ്ടാ? ആരെയാണ്? പറ റിങ്കി, നിന്നെ നോക്കിക്കോ. ചേച്ചി പറ മക്കളെ, ആരെയാണ് ഇഷ്ടം? അല്ലു അർജുൻ. അയ്യോ, അല്ലു അർജുൻ. അത് കെട്ടി കുട്ടിയൊക്കെ ഉണ്ട്. എടി തമാശ പറഞ്ഞാടി. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ഞാനും. നീ എന്തിനു പേടിക്കണ? അത് മനുഷ്യനായ പേടിച്ചൂടി. ചേച്ചി, റിങ്കിക്ക് 2 വർഷത്തിനുള്ളിൽ കല്യാണം ആലോചിക്കണം. 6 മാസം കൊണ്ട് അവിടെ കല്യാണം കേട്ടോ. ഞാനും രവിയേട്ടനും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ചു. എന്തായാലും 2 വർഷത്തിനുള്ളിൽ കെട്ടിച്ചു വിടണം. കിളവി, ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. അവൾ ആദ്യം പഠിച്ച് സ്വന്തമായിട്ട് 5 രൂപ സമ്പാദിക്കട്ടെ, സ്വന്തം കാലം നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണം. 30 വയസ്സായാലും കുഴപ്പമില്ല. അല്ലെങ്കിലേ കൊച്ചു പ്രായത്തിൽ കെട്ടിച്ചു വിട്ടാ വല്ലോനും അടിച്ചു കൊന്ന് കെട്ടി തൂക്കും. മണ്ടി പേടിച്ചോ പേടി. നിർത്തിക്കോ നിന്റെ അട്ടഹാസം. എനിക്ക് പിടിച്ചില്ല. നിന്റെ അല്ലു അർജുന്റെ പുതിയ സിനിമയുടെ പേരെന്തോന്നടി? പുഷ്പ. പുഷ്പ. കുഞ്ഞമ്മയുടെ പേരൊക്കെ സിനിമ കിട്ടുടങ്ങിയ തള്ളേ കളർ. ഉരുളയ്ക്ക് പേര്